വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും അതിൽ നീറും നീലാവിതളായി മകളെ നമസ്കാരം വക്കീൽ സർ. ആ കേശവൻകുട്ടിയോ, ഇരിക്ക. വക്കീൽ അദ്ദേഹത്തിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? ശത്രുതയോ? എന്നോടോ? ഏയ്. എന്നാ ഉണ്ട്. അമ്പാട്ടുകാരുമായുള്ള കല്യാണം അങ്ങ് മുടങ്ങി. അല്ല, മുടക്കി. അവിടുത്തെ പണിക്കാരിയുടെ മോനുമായിട്ട് എന്തോ അടുപ്പമുണ്ടെന്നോ അവനുമായിട്ട് എവിടെയൊക്കെ ചുറ്റിക്കറങ്ങുവാണെന്നോ ഒക്കെ. എന്താ അസംബന്ധമാണോ താനീ പറയുന്നത്? അല്ല വക്കീൽ സാറേ, ഇതൊക്കെ അവരെന്നോട് പറഞ്ഞതാ. അമ്പാട്ടുകാര് ഇതൊക്കെ വിശ്വസിച്ചോ? വിശ്വസിച്ചു. അവര് പോയാ പോട്ടെ വക്കീൽ സാറേ, വേറെ 100 എണ്ണം ഈ കേശവൻകുട്ടി കൊണ്ടുവരും. അല്ല, വക്കീൽ സാർ ഒന്നും പറഞ്ഞില്ല. താനിപ്പോ പോ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാ സച്ചി, എന്താ നീയൊന്നും പറയാത്തെ? നീ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പൊ നിന്റെ ഒരു മൗനവും ജീവനില്ലാത്ത ചിരിയും. പറയടാ, എന്താ നിന്റെ ഉള്ളില്? ചിലപ്പോഴൊക്കെ ഈ മൗനവും ചിരിയൊക്കെ നല്ലത്. നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. പനിയാന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഓടിപ്പാഞ്ഞ് വന്നതേ നിന്റെ ഈ കടങ്കഥ കേൾക്കാനൊന്നും അല്ല. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഡാ, നിന്റെ ആ ചുറുചുറുക്കും തന്റെയോടൊക്കെ എവിടെ പോയി? ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുമ്പോ സ്വപ്നങ്ങളുടെ എല്ലാം നിറം കെട്ടു പോവും. പിന്നെ എങ്ങനെയാ ചുറുചുറുക്കും തന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്നേ? നീ എന്താ ഇത്ര ഡിസപ്പോയിന്റഡ് ആയി? ഞാൻ ഫോൺ ചെയ്താ എടുക്കില്ല, എന്നെ കാണാതെ ഒഴിഞ്ഞു മാറുന്നു, എന്റെ മുന്നിൽ നിനക്ക് വാക്കുകൾ നഷ്ടപ്പെടുന്നു. ഞാനാണോ നിന്നെ ഈ ക്രൈസിസിലാക്കിയത്? ഞാൻ എന്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്നു പറഞ്ഞതാണോ കുഴപ്പമായത്? സത്യമായും എന്റെ മനസ്സിൽ നീ ഒരു നല്ല ഫ്രണ്ട് മാത്രമായിരുന്നു.
പക്ഷെ എപ്പോഴോ ഞാൻ പോലും അറിയാതെ അതിനൊരു മാറ്റം വന്നു പോയി. അത് നിന്നീന്ന് മറച്ചു വെക്കാൻ എനിക്ക് കഴിഞ്ഞതുമില്ല. ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വരില്ലേ? എന്താ നീയൊന്നും പറയാത്തെ? നിന്നീന്ന് സ്നേഹത്തോടൊരു വാക്ക് പ്രതീക്ഷിച്ച ഞാൻ വന്നത്. പക്ഷെ നീ എന്നാലും കാത്തിരിക്കും ഞാൻ. വക്കീലിന് നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിയോ? വന്ന് കേറിയില്ല, അതിനു മുമ്പേ നാടി വിറ്റാൻ ഇറങ്ങിയല്ലേ? നമ്മുടെ ഇക്കാവുമ്മ കാണാൻ പോയതാ അച്ഛാ. എന്നെ കൊറേ എടുത്തോണ്ട് നടന്നിട്ടുള്ളല്ലേ. പാവം ഇപ്പൊ തീരെ കിടപ്പാ. നോക്കാനും കാണാനൊന്നും ആരുമില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വെറുപ്പിച്ചിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ തന്നെ അഗതി. അതൊക്കെ നമ്മുടെ കയ്യിലാണോ അച്ഛാ? നല്ലതും ചീത്തയൊക്കെ നമുക്ക് തരുന്നത് ദൈവമാണെന്നല്ലേ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? ഇന്നത് നല്ലത് ഇന്നത് ചീത്ത എന്നൊക്കെ തരം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ആരാ? അച്ഛനും അമ്മയും. എന്നിട്ട് അവരെ ധിക്കരിക്കാന്നൊക്കെ പറഞ്ഞാൽ ദേ അച്ഛൻ വളച്ചേട്ടാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഇപ്പൊ എന്തിനാ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നത്? അതെ, എനിക്ക് അച്ഛനെയും കുറുപ്പച്ചനെയും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. അതിനിപ്പോ നീ പോയിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. നിനക്ക് തോന്നുമ്പോ ഇങ്ങോട്ട് പോരുന്ന ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ലേ? എന്റെ വക്കീലേ, പരീക്ഷ വരട്ടെ, ഇടത്തെ കൈകൊണ്ട് എഴുതിയ ഫസ്റ്റ് ക്ലാസ് കിട്ടും. ആത്മവിശ്വാസം നല്ലതാ, പക്ഷേ അത് അമിതമായാൽ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നാണോ അതിന്റെ അർത്ഥം? അച്ഛനെ അറിയാവുന്ന ഒരുപാട് പേരില്ലേ നിന്റെ കോളേജിൽ? നീ ഒരു ഇറഗുലർ സ്റ്റുഡന്റ് ആണെന്ന് അവരിൽ ആരെങ്കിലും പറഞ്ഞ മോശമല്ലേ? അച്ഛൻ ആ മന്ത്ലി മീറ്റിനോ ആ PTA മീറ്റിങ്ങിനോ ഒന്ന് വന്നു നോക്ക്. ഈ മോളെ പറ്റി നല്ല അഭിപ്രായം അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് കേൾക്കൊന്നറിയാലോ. പക്ഷേ ചെറിയൊരു കൈത്തെറ്റ് പോരെ മോളെ ഈ അഭിപ്രായമൊക്കെ അങ്ങോട്ട് മാറാൻ. എന്റെ ദൈവമേ, പെണ്ണായി പിറന്നതേ തെറ്റായി പോയി. വക്കീൽ എന്ത് പറഞ്ഞാലും വന്ന സ്ഥിതിക്ക് 2-3 ദിവസം കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. കുറുപ്പച്ചാ, കുറുപ്പച്ചാ. മോളെ, എന്തിനാ സുധാമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, അതിനിപ്പോ എന്താ? ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കുറുപ്പച്ചൻ പിണങ്ങിയിരിക്കുവാ. എങ്ങോട്ടായിരുന്നു ഇത്ര തിരക്കിട്ട്? സച്ചിയെ കാണാൻ. എന്തിനാ മോളിപ്പോ അവനെ കാണാൻ പോയത്? എന്താ എനിക്ക് അവനെ കണ്ടാല്? ഞാൻ ഇനി സച്ചിയെ കാണും, സംസാരിക്കും. ആവശ്യമില്ലാത്തെന്ന് ഓർത്ത് എന്റെ സുധാമ വിഷമിക്കണ്ടാട്ടോ. നിങ്ങളിപ്പോ തീരെ ചെറിയ കുട്ടികളൊന്നുമല്ല. നിങ്ങൾ രണ്ടാളുടെ മനസ്സിലൊന്നുമില്ലെങ്കിലും കാണുന്നവരതൊന്നും ആയിരിക്കില്ല ധരിക്കുന്നത്. ഓരോരുത്തരും ഓരോ അവസരം കാത്തിരിക്കുക, ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ.
ഇവിടത്തെ പോലെ ഇത്തിരി അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിലെ കാര്യങ്ങൾ പറയാൻ ആൾക്കാർക്ക് ഉത്സാഹം കൂടും. ഉം. മോൾക്കറിയാലേ ഈ തറവാടിനെ പറ്റി. കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്ത സൽപ്പേരാ. അവരുടെയൊക്കെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എന്താ ഈ സംസാരത്തിന്റെ ഉദ്ദേശം? മക്കൾക്ക് നല്ല വഴി പറഞ്ഞു തരേണ്ടതേ അമ്മമാരുടെ കടമയല്ലേ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പോട്ടെ, അമ്മ ഇത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് ജീവിതങ്ങളെ ബാധിക്കുന്നതാ ഇത്. പ്രത്യേകിച്ച് ഈ അമ്മയെ. വർഷങ്ങളായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് ഒടുവിൽ നന്ദി കെട്ടവളെന്ന പഴിയും പേറി ഇറങ്ങിപ്പോവേണ്ടി വരരുത്. രാത്രി കഞ്ഞി കുടിച്ചിട്ട് കിടന്ന ഉറക്കത്തിന് കിട്ടുന്ന ഒരു സുഖമേ. നോക്കാനും കാണാനും ആരും ഇല്ലാതെ കിടക്കുന്ന വർക്കലയിലെ എന്റെ തറവാട്ടുവക വസ്തുക്കൾ അങ്ങ് വിറ്റാലോന്നാണ്. അതല്ലല്ലോ തന്റെ മനസ്സിലിപ്പോ. ഇന്നലെ വരെ ഈ തറവാടിന് ശത്രുക്കളൊന്നുമില്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. ശത്രുക്കളോ? ആരുടെ കാര്യമാ താനീ പറയുന്നേ? ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആരോ അപ്പൂട്ടിയുടെ കല്യാണം മുടക്കിയിരിക്കുന്നു. എന്താ അമ്മേ, എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ അപ്പൂട്ടിയുടെ കല്യാണം ആരോ മുടക്കി കളഞ്ഞില്ലേ? ആലോചിച്ചുറപ്പിച്ച കല്യാണമൊക്കെ മുടങ്ങാന്ന് വെച്ചാ വല്ലാത്ത വിഷമാ. എന്റെ മോനിനി അപ്പൂട്ടിയെ കാണാനും സംസാരിക്കാനും ഒന്നും പോണ്ട. അത് മതി. കല്യാണം മുടക്കിയത് നീയാണെന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ. അമ്മയ്ക്കറിയാം എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ലോകത്ത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ അമ്മ എന്നെ സംശയിക്കരുത്. അതല്ല മോനെ, പൂന്തോട്ടത്തിൽക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത വിശ്വാസവും സൽപ്പേരും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവില്ലേ? എന്താ അമ്മ ഇത്? എന്ത് പറഞ്ഞാലും ഒടുവി ചെന്നെത്തുന്നത് പൂന്തോട്ടത്തില. അമ്മയ്ക്കെന്താ പൂന്തോട്ടം മനി പിടിച്ചോ? ആ തറവാടിന്റെ നന്മയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അമ്മയ്ക്ക് ചിന്തിക്കാനാവില്ല. കഴിക്ക. മോനെ, ഡാ, ഇതെന്തൊരു ഉറക്കോടാ? ഇങ്ങോട്ട് എണീക്ക്. ഞാൻ ഇതിലൂടെ കിടന്നോണ്ട്. മതി മതി, ഇങ്ങോട്ട് എണീറ്റേ. എണീക്ക് വെച്ചേ. എന്തോ ഒന്ന് എണീക്ക്. ആ കണ്ടോ, ദാ ചായ കുടിക്ക്. അമ്മ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്.
കറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് കഴിച്ചിട്ട് വേണം പോവാൻ. അമ്മ പോട്ടെ. ആ സാറോ? ആ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വന്നത് സച്ചി ഒന്ന് കാണാനാ. ഞാനൊന്ന് പറഞ്ഞില്ലേ അമേരിക്കയിലേക്ക് ട്രൈ ചെയ്യുന്ന കാര്യം. അതൊക്കെ ശരിയായി. ഒരുപാട് ബുദ്ധിമുട്ടി. ഇങ്ങോട്ടിരുന്നട്ടെ. വേണ്ട, അവനെ അവിടെ ഒരു കമ്പനിക്ക് അത്യാവശ്യമാണെന്ന് കാണിച്ച് മദ്രാസ് കോൺസുലേറ്റിലേക്ക് ഫാക്സ് ചെയ്യിച്ചൊക്കെയാണ് ഞാനിത് ശരിയാക്കിച്ചെടുത്തത്. ദേ, വെറുതെ സെന്റിമെന്റ്സ് ഒന്നും പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ചേക്കരുത്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ആ, തന്റെ കാര്യം പറയായിരുന്നു. യു ആർ വെരി ലക്കി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു. യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. ദാ, നീ ഇവിടെ വന്നിരിക്കയാണോ? ഞാൻ എവിടെയെല്ലാം തപ്പി. എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക്? നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ജീവിതം, അല്ലേ ഫ്രണ്ട്സി? മറ്റാരോ നീക്കുന്ന കരുക്കളെ പോലെ. അത് ശരി, ഒറ്റയ്ക്ക് ഇന്ന് വട്ടും പിടിച്ചോ? വട്ടല്ല ഫ്രണ്ട്സി, നമ്മൾ കൂട്ടുന്ന കണക്കുകളൊക്കെ പിഴയ്ക്കുന്നു. അല്ലെങ്കിലും ജന്മത്തിന്റെ കണക്കെന്നെ പിഴച്ചവനല്ലേ ഞാൻ. എന്ത് പറ്റിയടാ നിനക്ക്? എനിക്കറിയാം, മനസ്സ് വല്ലാതെ പതറുമ്പോഴേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ഇപ്പൊ പതർച്ച കൊണ്ടല്ല, ഒരു തീരുമാനത്തിന്റെ നീറ്റൽ കൊണ്ടാ. എന്ത് തീരുമാനം? വക്കീൽ സാർ വീട്ടിൽ വന്നിരുന്നു. വക്കീൽ സാറോ? സംഗതിയാകെ കുഴഞ്ഞോടാ. എനിക്കൊരു പുതിയ വഴി തുറന്നു തരാൻ അദ്ദേഹം വന്നത്. സൂക്ഷിക്കണം. എല്ലാം അറിഞ്ഞിട്ട് വല്ല കെണി ഒരുക്കിയതാണോ?